ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെയാണ് നമ്മൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പം നമുക്കിന്ന് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് കപ്പയും ചിക്കനുമാണ് കേട്ടോ. അപ്പം കപ്പയും ചിക്കനൊക്കെ നമ്മൾ രാവിലെ കഴിച്ചിട്ട് നമ്മൾ രാവിലെ തന്നെ ഒരു കോഴ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചായത്തിലൊരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് വന്ന ഉടനെ 1 മണിക്കൂർ കോഴ്സിൽ നിന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ നമ്മൾ ടൊമാറ്റോ റൈസ് ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അതിനുവേണ്ടി നമ്മളൊരു കുക്കർ എടുക്കുന്നു. കുക്കർ നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ കുരുമുളക്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കൂടെ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മളതിലേക്ക് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വരെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി അല്ലാതെ തന്നെ ചതച്ചിട്ട് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് അത്യാവശ്യം ഒന്ന് വഴണ്ട് വന്ന ശേഷം നമ്മളതിലേക്ക് സവോള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഒരു 2 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും ചേർക്കാം കേട്ടോ. കറിവേപ്പില ഞാൻ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ അത്യാവശ്യം ടൈം എടുക്കുന്ന നന്നായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട്. ആ സമയം കൊണ്ട് നമ്മൾ ഒരു സൈഡിൽ ഒരു ടൊമാറ്റോ, ഒരു 2-3 തക്കാളി എടുത്തിട്ട് നമ്മളത് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ അങ്ങോട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കുക കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളി അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, പക്ഷേ പേസ്റ്റായിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പേസ്റ്റായിട്ട് ചേർത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ പൊടികളൊക്കെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് മസാല അങ്ങോട്ട് ചേർക്കുന്നില്ല കേട്ടോ. ഇത് ചെറുതായിട്ട് നമ്മൾ ഇതിൻ്റെ പുളിപ്പ് അനുസരിച്ച് നമുക്ക് ടൊമാറ്റോ ഒക്കെ ആണെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അരി ചേർക്കാം. ഏറ്റവും നല്ല നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി കൈമ റൈസ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴണ്ട് വന്ന ശേഷം നമ്മളിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന അരി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് അരി നമ്മളൊരു 30 മിനിറ്റ് കുതിർക്കാൻ ഇട്ടിരുന്നു. എന്നിട്ട് നമ്മളതൊന്ന് വെള്ളം വാലാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അരിയാണ് നമ്മളിതിലേക്ക് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് മാത്രം നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുക. അതിന് മുന്നേ നമ്മൾ വെള്ളം ഒഴിക്കരുത്. അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നമ്മളിത് പോകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളമൊക്കെ നമ്മുടെ ഗ്ലാസ് അളവിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഗ്ലാസ് അരിയാണ് കേട്ടോ. അപ്പം 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങയുടെ പകുതിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഒട്ടിയൊന്നും പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒറ്റ വിസിലടിച്ച ശേഷം നമ്മളിത് തുറന്ന് നോക്കുവാണ് ചെയ്യുന്നത്. അപ്പം ഒറ്റ വിസിലായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതപ്പം നന്നായിട്ട് നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതൊട്ടും തന്നെ അടുക്കി പിടിക്കുകയോ അതുപോലെ തന്നെ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കറക്റ്റായിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ നമുക്ക് റൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എടുക്കുന്ന വെള്ളം കൂടുതലാണെങ്കിൽ ഇത് അത്യാവശ്യം ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാരങ്ങ നീര് ഞാൻ പറഞ്ഞ പോലെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ റൈസ് ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ. ടേസ്റ്റ് നമ്മൾ നാരങ്ങയും അതുപോലെ തന്നെ നമ്മൾ തക്കാളിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും തക്കാളിയുടെ അളവ് നമുക്ക് പുളിപ്പ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ ടൊമാറ്റോ റൈസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ടൊരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് ബീഫാണ് കേട്ടോ. ബീഫ് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് വെച്ച ഒരു ബീഫാണ്, അതും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് ഇതാണ് കേട്ടോ. ടൊമാറ്റോ റൈസ്, അതിൻ്റെ കൂടെ കുറച്ച് അച്ചാർ എടുത്തിട്ടുണ്ട്. പപ്പടം വേണമെങ്കിൽ ആവാം കേട്ടോ, പപ്പടം ഞാനിവിടെ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ സാലഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ബീഫും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൻ എന്ന് പറഞ്ഞാൽ മാമൻ്റെ കൊച്ചാണ് കേട്ടോ, അവനോട് ഞാൻ KFC വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം പാല വഴി പോയപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് KFC കയറി അവന് ജസ്റ്റ് ഇതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇതിൻ്റെ മേളിലിരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ പോയ വഴി നല്ല രീതിയിൽ മഴയായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ പോരുന്ന വഴി നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. പിന്നെ വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പും കാലാവസ്ഥയൊക്കെ ആയിരുന്നു. ഇപ്പം വൈകുന്നേരത്തെ കാലാവസ്ഥയൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ അകത്ത് കുറച്ച് നേരം കയറി ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാവ് അവളിവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ എന്നെ ചിരിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം നമ്മൾ വിളക്ക് വെക്കാനുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മായ്മ വിളക്ക് വെച്ചു. അപ്പം വിളക്ക് വെക്കുന്ന കൂടെ അവളെയും വെറുതെ ഇങ്ങനെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കാറുണ്ട്. അപ്പം നമ്മൾ വൈകുന്നേരത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിനി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചോറിന് പകരം കഴിക്കുന്ന ഗോതമ്പാണ് കേട്ടോ. ഗോതമ്പ് ഇത് നന്നായിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം കുതിർത്ത് വെക്കും, എന്നിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും ചേർക്കും, അത്യാവശ്യത്തിന് തേങ്ങയും നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ വൈകുന്നേരം ഗോതമ്പ് വെള്ളത്തിലിടുകയാണെങ്കിൽ നമുക്ക് രാത്രിയിൽ ഇത് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മൾ തലേദിവസം ഇട്ടിട്ട് നമ്മൾ അരച്ചിട്ട് അന്നേരം തന്നെ തേങ്ങയും ഉപ്പും ചേർത്ത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരുപാട് നേരം പുളിക്കാൻ വെക്കുന്നേക്കാളും നല്ലത് നമ്മൾ അന്നേരം എടുക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് എണ്ണ പാത്രത്തിൽ തടവിയിട്ട് നമ്മളിതൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അട പോലെയാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്, പക്ഷേ നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിന് പകരം കഴിക്കുകയാണെങ്കിൽ ഇത് വളരെ ഹെൽത്തി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം രാത്രിയായ ഒരു അന്തരീക്ഷമാണ് കേട്ടോ. പക്ഷേ ഫോണിനകത്ത് ഇത് കാണുമ്പോഴത്തേക്കും ഒരു തെളിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം സന്ധ്യ അത്യാവശ്യം മയങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇന്നത്തെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇഗാസ് വേൾഡ്.